ഒരു 3 പേരാണ് എൻ്റെ മുറിയിലെ ഫ്രണ്ടിലെ ഗ്രില്ല് പൊളിച്ച് എൻ്റെ വാതിലും പൊളിച്ച് അകത്ത് വന്നു. പക്ഷേ ഞാൻ ഭയങ്കര ഡീപ്പ് സ്ലീപ്പായിരുന്നു. 1:30 മണി വെളുപ്പിന്. പിന്നെ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഒരാൾ വലത്തെ കൈ, ഒരാൾ ഇടത്തെ കൈ, പിന്നെ കാലിൽ. അപ്പോൾ അങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവർ കൊള്ളക്കാരാണ്. അപ്പോൾ ഞാൻ സ്വരം ഉണ്ടാക്കിയപ്പോൾ അവർ കത്തി ഇവിടെ വെച്ച് കൊല്ലാനായിട്ട്, പേടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പിന്നെ പ്രതികരിച്ചില്ല. പിന്നെ ഉടനെ തന്നെ അവരെൻ്റെ വായ മുടിക്കെട്ടി, പിന്നെ കൈ പുറകിൽ വെച്ച് കെട്ടി, പിന്നെ കൊണ്ടുപോയി 1-2 അടിയൊക്കെ അടിച്ചു, വടി കൊണ്ട് അടിച്ചു. അത് കഴിഞ്ഞ് എന്നെ വലിച്ച് മറ്റച്ഛൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് അച്ഛനെ എൻ്റെ മുമ്പിലിട്ട് മർദ്ദിച്ചവർ. അച്ഛനെ കമത്തി കിടത്തി, അച്ഛനെ കൈ കെട്ടിയിട്ടിരിക്കുകയാണ്, കമത്തി കിടത്തിയിട്ട് ചന്തി കെട്ടാണ് അടിച്ചത്. ഭയങ്കര അടിയായിരുന്നു. അത് ഞാൻ പോലീസുകാർ പോലും വലിയ കള്ളന്മാരങ്ങനെ ചെയ്യില്ല. അത്രയും വലിയ അടിയാണ്. അച്ഛൻ്റെ ചന്തി ഭാഗം മുഴുവനും രക്തം കെട്ടിക്കിടക്കി അച്ഛനെ ഇരിക്കാൻ പറ്റുന്നില്ല, ഇപ്പോഴും ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് അത് സംഭവിച്ചു. പിന്നെ അവർ ടീമായിട്ട് ഇതെല്ലാം ചെക്ക് ചെയ്ത് പൈസയും മറ്റൊക്കെ കൊണ്ട് എടുക്കാവുന്നതൊക്കെ എടുത്ത് അവർ ഒരു അച്ഛനുണ്ടായാലും അച്ഛൻ്റെ മുറി പൊളിച്ച്, ലോക്കർ പൊളിച്ച്, അൽമാരൊക്കെ പൊളിച്ചിട്ട് അവിടെ ഉണ്ടായ പൈസ എടുത്ത്. അപ്പോൾ അങ്ങനെ അവർ പോയി. നമ്മളൊന്നും ചെയ്തിട്ടില്ല. അവർ പ്രവർത്തനത്തിലെന്ന് വെച്ചാൽ നമ്മൾ 25 യൂത്തിനെ എടുക്കും ഓരോ കൊല്ലവും. 1 ഇയർ കോഴ്സാണ്. അപ്പോൾ ശരിയായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കും, ശരിയായിട്ട് ഇംഗ്ലീഷ് കോച്ചിങ് കൊടുക്കും. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും വായിക്കാനൊക്കെ സാധിക്കും. അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാന സോഷ്യൽ വർക്ക്. അപ്പോൾ അതിൽ നിന്ന് ഒരാളോ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, വൈദികനാകും, അത്രയേ ഉള്ളൂ. പക്ഷേ മെയിനായിട്ട് സോഷ്യൽ വർക്കാണ്, എഡ്യൂക്കേഷൻ. അത് കോളേജും മറ്റൊന്നുമല്ല നമ്മൾ നടത്തുന്നത്, നമ്മുടെ ആശ്രമത്തിൽ തന്നെ കോച്ചിങ് കൊടുത്ത് നടത്തുന്നു. അപ്പോൾ അത് അങ്ങനെ പോകുന്നത് കൊണ്ടും ഈ സ്റ്റുഡൻസ് യൂണിഫോമിലാണല്ലോ. അപ്പോൾ അവർ ഞായറാഴ്ചയൊക്കെ നടക്കാൻ പോകും, ടൗണിലേക്കൊക്കെ പോയി വരുമ്പോൾ അവർ 25 പേരെന്ന് പറയുമ്പോൾ ഒരു ശക്തിയാണല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവും അവർ, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മളതിന് പ്രയോജനമായിട്ടൊന്നും ചെയ്തു. നമ്മുടെ അടുത്തുള്ളവർ എല്ലാം ട്രൈബൽസാണ്, അവരൊക്കെ നല്ല ആളുകളാണ്. അപ്പോൾ ഞാൻ പോലീസുകാരോട് പറഞ്ഞു അവരെ ഉപദ്രവിക്കരുത്. അപ്പോൾ അവരും കൂടി നമുക്ക് എതിരായിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ നെയ്ബേഴ്സൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടാണ്. പക്ഷെ വന്നേക്കണ പുറത്തുനിന്നാണ്, സംഘടിതമായിട്ട് വരുന്നത്. ഇത് ആയിരിക്കണം, നമുക്കത് അറിയാൻ പാടില്ല, അതാകാനാണ് സാധ്യത. അപ്പോൾ 6ാമത്തെ ഈ സംബൽപൂർ രൂപതയുടെ കീഴിൽ 6ാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പോൾ അവർ അറ്റാക്ക് ചെയ്യണം. എല്ലാ കൊല്ലവും അവർ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റാക്ക് എന്തോ അതാ അത് അങ്ങനെ പറയും. ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞാൽ അവരിഞ്ഞ് വരില്ല. കാരണം അവർ അറസ്റ്റ് ചെയ്യില്ലേ, അല്ലെങ്കിൽ നമ്മൾ കരുതുമല്ലോ. അങ്ങനെ വരാൻ വഴിയില്ല. അതൊരു പേടിപ്പിക്കലാണ്, ഭയപ്പെടുത്തലാണ്. അവിടെ നമ്മൾ മിഷൻ വർക്കൊന്നും വേണ്ട, നിങ്ങൾ കേരളത്തിലേക്ക് തിരിച്ചു പോയിക്കോ, നമ്മൾ മലയാളിച്ച് പോകും. പക്ഷേ ടൂറിസ്റ്റ് അച്ഛന്മാരുണ്ടല്ലോ അവിടെ. അപ്പോൾ അതുകൊണ്ട് മിഷൻ പ്രവർത്തനം ശക്തിയായിട്ട് പോകണം. കാരണം അവിടെ അത്രയും മിഷൻ പ്രവർത്തനം ആവശ്യമുള്ള സ്ഥലമാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഓൾ കേരള യുണൈറ്റഡായിട്ട് നിങ്ങൾ ശക്തിയായിട്ട് പ്രതികരിക്കണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നേവിക്കാരുടെ ഒരു പ്രോബ്ലം ഉണ്ടായല്ലോ. അപ്പോൾ KCYക്കാർ നല്ല പ്രതികരിച്ചു. അതുപോലെ നിങ്ങളെല്ലാവരും സംഘടനക്കാരൊക്കെ നിങ്ങൾ അവരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് നിങ്ങൾ എറണാകുളത്ത് ഒരു ഒന്ന് പ്രതികരിക്കണം. എറണാകുളത്ത് ഒരു മീറ്റിംഗ് കൂടാനോ ഒരു സൗകര്യപ്പെടുത്താനോ. പൊതുവെ നോർത്ത് ഇന്ത്യയിൽ ഈ മിഷണറീസിനോട് ഉണ്ടല്ലോ. ഈ മണിപ്പൂരൊക്കെ നമുക്ക് അറിയാമല്ലോ കേസുകൾ. അല്ലാതെ തന്നെ ഇപ്പം ഒറീസയിലെ സിറ്റുവേഷൻ ഭയങ്കര സിറ്റുവേഷനാണല്ലോ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ 2008 ചെല്ലുന്നു. അപ്പോൾ കോണ്ടമാൾ വയലൻസ് വന്നു. അത് ലക്ഷ്മാനന്ദ സ്വാമിയുടെ അറിയാമല്ലോ. അപ്പോൾ അത് വർഗീയതയാണ്. അതിപ്പോൾ നമ്മുടെ കത്തോലിക്കരുടെ നമ്മുടെ സ്ഥാപനങ്ങളിലും എല്ലാം ലൂട്ട് ചെയ്യാനായിട്ട് BJP ഗവൺമെൻറ് 2 മാസം കൊടുത്തു. 2 മാസം ലൂട്ട് ചെയ്തു.
അപ്പോൾ അതുകൊണ്ട് അന്ന് 200 പേര് മരിച്ചു. പക്ഷേ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ലല്ലോ, ഒരു കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല. ആ ഒരു ടെൻഡൻസി വർദ്ധിച്ചു വരുന്നതായിട്ട് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് അല്ല, അവിടെ ഇപ്പോൾ നമ്മൾ സ്ട്രോങ് ആണ്. അവിടെ ഇനി അവർ വരില്ല, അറ്റാക്ക് ചെയ്യാൻ വരില്ല. കാരണം ഒറീസയിൽ പൊതുവെ ഇപ്പോൾ സ്കാറ്റേഡ് ആണല്ലോ. നമ്മൾ തന്നെ ഓരോ ഇടവക എന്ന് പറഞ്ഞാൽ 60-50 കിലോമീറ്റർ ചുറ്റളവാണ്. അപ്പോൾ നമുക്ക് അത്രയും ശക്തിയില്ല നമുക്ക്. പക്ഷേ റൗക്കല ഏരിയയിൽ ശക്തമാണ്. അവിടെ ആളുകളൊക്കെ നമുക്ക് 3 ലക്ഷത്തോളം കത്തോലിക്കരുണ്ട്. ആളുകൾ വിദ്യാഭ്യാസം. സമ്പൽപൂർ വേറൊരു, സമ്പൽപൂർ ഡയസിസ് വേറെ, അതിന് അടുത്ത് കിടക്കുന്നതാണ് റൗക്കല ഡയസിസ്. അങ്ങനെ 6 ഡയസിസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അറ്റാക്ക് ഇപ്പോൾ വന്നത് സമ്പൽപൂരാണ്. കാരണം റൗക്കലയിൽ ഇത്ര ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ആളുകൾ അടുത്തടുത്ത് താമസിക്കുന്നു. പിന്നെ പോപ്പുലേഷൻ കൂടുതൽ ക്രിസ്ത്യാനികളുടെ ശക്തിയാണല്ലോ അത്. പക്ഷേ ഇപ്പോൾ വന്നേക്കുന്നത് കൂടുതലും സമ്പൽപൂർ ഡയസിസിലാണ്. ഇത് 6ാമത്തെ അറ്റാക്കാണിത്. നമ്മളുടെ ആദ്യത്തത്. നമ്മളവിടെ 1992 പോയതാണ്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഇൻസിഡൻറ്റാണ്. കണ്ടമാൾ വയലൻസിൻ്റെ സമയത്ത് ഞാൻ അവിടെ സുപ്പീരിയർ ആയിരിക്കുന്ന സമയത്ത് ഇത് വരുമെന്ന് അറിഞ്ഞിട്ട് ഞാൻ ലോയൊക്കെ ഇട്ട് ഞാൻ കമ്മീഷണർ പോലീസിന് ഒരു പെറ്റീഷൻ കൊടുത്തു, സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞു. അപ്പോൾ പെറ്റീഷൻ പോലീസ് പറഞ്ഞത്, അച്ഛൻ രക്ഷപ്പെട്ടോ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം 4-5 ജീപ്പിനാണ് ഇവർ പുറത്തുനിന്ന് വരുന്നത്. ഇപ്പോൾ 2-3 പോലീസുകാർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അച്ഛൻ ഇത്രയും വേഗം സ്ഥലം വിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അതാണ് സിറ്റുവേഷൻ. ഇപ്പോഴും മിഷണറി പ്രവർത്തനം പോകുന്നത് നമ്മൾ കൺവേർഷനൊന്നുമില്ല. നമ്മൾ അവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് നമ്മൾ കുർബാന കൊടുക്കുന്നു, ഉപസാരിപ്പിക്കുന്നു, പ്രസംഗം പറയുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ സോഷ്യലായിട്ട് കുറച്ച് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഈ കുട്ടികളെ ഓരോ കൊല്ലവും നമ്മൾ 25 പേരെ ട്രെയിൻ ചെയ്തിടും. അതിലപ്പോൾ സ്ക്രീൻ ചെയ്ത് അവസാനം നമ്മളൊരു വൈദികനായിട്ട് 1-2 പേരെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും ആ ഫാമിലിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് സൊസൈറ്റിയിൽ കുറച്ച് എന്തെങ്കിലും ഉണ്ടാവും. ധാരാളം ഫാക്ടറികളുണ്ട്. അപ്പോൾ ഇവർക്ക് ഏറ്റവും അടിസ്ഥാന തൂപ്പ് ജോലിയൊക്കെ ഇവർക്ക് കിട്ടുള്ളൂ. വിദ്യാഭ്യാസം ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുത്താൽ അവർ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി കിട്ടും. അതാണ് നമ്മൾ. അത് ഇവർക്ക് താല്പര്യമില്ല. ആർക്ക് BJP-ക്കാർക്കും ഈ RSS-കാർക്കും താല്പര്യമില്ലെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള മിഷൻ പ്രവർത്തനം. അല്ലാണ്ട് നമ്മൾ ആരെയും കൺവേർട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഉള്ള ക്രിസ്ത്യാനികൾക്ക് കുർബാന കൊടുക്കുന്നു, അവർക്ക് വിശ്വാസം സ്വീകരിക്കുന്നു, പ്രസംഗം പറയുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ പോകുന്നത്, അവിടെ നിന്ന് പോകുന്ന സ്ഥലം 30 കിലോമീറ്റർ അകലെ നമ്മൾ പോകുന്നത്. 60 കിലോമീറ്ററാണ് ചുറ്റുള്ള ഒരു ഇടവകയുടെ. പിന്നെ അവിടുത്തെ അച്ഛന്മാർക്ക് അങ്ങനെ അത്രയും നമ്മളെപ്പോലെ അങ്ങോട്ട് ശക്തി വർക്ക് ചെയ്തു. എവിടെ നമ്മളുടേത് അവിടുത്തെ ഒറീസക്കാർ തന്നെ 17 പേര്, പിന്നെ മലയാളികൾ 6 പേരുണ്ട്. കൊടുക്കും. താങ്ക് യു. എനിക്ക് 90 വയസ്സായി. ഒറീസയിലെ സമ്പൽപൂരിൽ വെച്ച് സംഘപരിവാർ അക്രമികളുടെ ക്രൂരമായ ആക്രമണത്തിന് വിധേയനായി ഇവിടെ മഞ്ഞുമൽ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന ഫാദർ ലീനസിനെയും ഫാദർ സിൽവിനെയും നേരിട്ട് ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. സമ്പൽപൂരിലെ ദാരുണമായ അല്ലെങ്കിൽ അതീവ ദാരിദ്ര്യം അനുഭവിക്കുന്ന മേഖലകളിൽ മിഷണറി പ്രവർത്തനം നടത്തുന്ന വയോധികനായ 90 വയസ്സ് പ്രായമുള്ള കർമ്മലീത്ത സഭയിലെ മുതിർന്ന വൈദികരിൽ ഒരാളായ ഫാദർ ലീനസ്, അദ്ദേഹം ഈ പ്രായം ചെന്ന അവസ്ഥയിലും തീക്ഷ്ണമായ മിഷണറി ചൈതന്യത്തോടെ ഒറീസയിലെ ഗ്രാമങ്ങളിൽ പ്രവർത്തനം നടത്തുന്ന ബഹുമാനപ്പെട്ട അച്ഛനെയാണ് അക്രമികൾ ഭീകരമായ വിധത്തിൽ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. അവിടെ മറ്റൊരു യുവ വൈദികനാണ് ഫാദർ സിൽവിൻ. അദ്ദേഹത്തെ ഈ ഫാദർ ലീനസിൻ്റെ മുൻപിൽ വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു കള്ളനെ പോലീസ് കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ക്രൂരമായ വിധത്തിലാണ് ഫാദർ സിൽവിനെ ഈ അക്രമികൾ മർദ്ദിച്ചതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നമുക്കറിയാം, ഇന്ത്യയിൽ
പല മേഖലകളിലും, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിലൊക്കെ തന്നെ മിഷനറി പ്രവർത്തനം നടത്തുന്ന മിഷനറിമാരെ, പ്രത്യേകിച്ച് കാത്തലിക് വൈദികരെ പലയിടങ്ങളിലും ആവർത്തിച്ച് ആക്രമിക്കുന്നത് ഒരു പതിവായി കൊണ്ടുവരികയാണ്. മിഷനറി പ്രവർത്തനങ്ങളിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുന്നത്. ഇത് ഓരോ പ്രദേശത്തെയും ഭരണകൂടങ്ങളുടെ പിന്തുണയോടെയാണ് എന്നുള്ളത് ആണ് ഏറ്റവും ആശങ്കാജനകമായിരിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒരുമിച്ച്, ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം ഒരുമിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടെ നടക്കുന്ന സംഘപരിവാർ അക്രമികളുടെ ശ്രമങ്ങളെ ചെറുക്കണമെന്നാണ് വിനീതമായി നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ നടന്നു വരുന്ന ആക്രമണങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഞങ്ങൾ സന്ദർശിച്ച ലീനസച്ചൻ്റെയും സിൽവിനച്ചൻ്റെയും അനുഭവങ്ങൾ. അവർ ചെയ്യുന്നത് ആ പ്രദേശത്തുള്ള ആളുകൾക്ക്, ക്രൈസ്തവരായ ആളുകൾക്ക് ക്രൈസ്തവ വിശ്വാസം നൽകാനുള്ള സഹായം ചെയ്യുന്നു. ഒപ്പം അവർക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം നൽകാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു. അങ്ങനെ വിദ്യാഭ്യാസം നൽകുന്നതിനെയും വിശ്വാസ പരിശീലനം നൽകുന്നതിനെയും എല്ലാം പുതിയതായിട്ട് ആരെയും കൺവെർട്ട് ചെയ്യുന്നതല്ല അവർ. അവിടെ ഉള്ള ക്രൈസ്തവരെയാണ് അവർ വിശ്വാസത്തിൽ ജീവിക്കാൻ സഹായിക്കുന്നത്. അത്തരം പ്രവൃത്തിയെ, ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അനുവദിച്ചിട്ടുള്ള പ്രവൃത്തിയെ, ഇഷ്ടമുള്ള മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനുമുള്ള മൗലികമായ അവകാശം 2 വൈദികർ ചെയ്തു എന്നതിൻ്റെ പേരിലാണ് അവരെ ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ തന്നെ മൂക്കിന് താഴെ, ഭരണകൂടത്തിനൊന്നും ചെയ്യാനാകാത്ത രീതിയിൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ അഴിഞ്ഞാടുന്നത്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശം സംരക്ഷിക്കാൻ വേണ്ടി, അതവർക്ക് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി അതിനുള്ള ഉത്തരവാദിത്വം പോലീസിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ അടിയന്തരമായി പ്രദേശത്തെ പോലീസ് നടപടികളെടുത്ത് അക്രമികളെ അറസ്റ്റ് ചെയ്യുകയും മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാവുകയും വേണം. നമുക്ക് പറയാനുള്ളത്, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവർ ഒരുമിച്ച് നിന്നുകൊണ്ട്, കേരളത്തിലെ ക്രൈസ്തവർ ഒറ്റക്കെട്ടായി രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് ക്രൈസ്തവർക്കെതിരെ, ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ എന്ത് ആക്രമണം നടന്നാലും അതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്താൻ കേരളത്തിലെ ക്രൈസ്തവർ ഒരുമിച്ച് തന്നെ നിൽക്കും എന്നാണ് പറയാനുള്ളത്.